ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു കുക്കിംഗ് പരിപാടിയാണ്. അപ്പോൾ അല്ലേ, കുക്കിംഗ് പരിപാടിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേമിയ പായസം. ഇങ്ങനെ വലിയ എന്താ പറയാ, വലിയ ഷെഫുമാർ ഉണ്ടാക്കുന്ന പോലത്തെ പായസം എന്നല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ സേമിയ പായസം. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല, കാരണം സാധാരണ ഒരു ദിവസമാണ്. അപ്പോൾ പായസം ഉണ്ടാക്കാൻ അങ്ങനെ പ്രത്യേകതകളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി. അപ്പോൾ അതിൽ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കി കുടിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ എന്തൊക്കെയാണ് അതിന് വേണ്ടത്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സേമിയ പായസം ഞങ്ങളുടെ. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വേണ്ടേ? നല്ല രസമുണ്ടായില്ല അന്ന് ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ നമുക്ക് ഇന്നത്തെ കൂടി നോക്കിയിട്ട് പറയാം അല്ലേ, പരീക്ഷിക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. വാ, ഇതെന്താ, ഗ്യാസ് കത്തിച്ച് പാന് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തത് എന്താ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യം തന്നെ? അത് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഓക്കെ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതാ ഇവിടെ ഇത് കഴുകിയപ്പാടായോണ്ട് വെള്ളമുണ്ട്. അതിൽ വെള്ളം ഉണ്ടാവും. വെള്ളം കുറച്ചൊന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് ചൂടാവട്ടെ. അതിനുശേഷം നെയ്യ് ഇട്ടിട്ട് നെയ്യിൽ നമുക്ക് ഇതൊക്കെ അല്ലെ വറുത്ത് കോരി വെക്കാം അല്ലെ. അതിനുശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഏതായാലും വെള്ളമൊക്കെ ചൂടായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിന്റെ അളവ് പറയാൻ അറിയില്ല. നമ്മളെ വെജ് കുറുമ ഉണ്ടാക്കിയ മാതിരി അളവ് പറയാൻ. ഒരു സ്പൂണ് എന്തായാലും നെയ്യ് ഇടുക. ഒന്ന് മതി. എന്തിനാ ഈ സാധനം ഒന്ന് ഫുള്ളായിട്ട് എടുക്കുന്നില്ലല്ലോ. ഇത് ഒന്ന് അളവ് ആയിട്ടില്ല. അപ്പൊ ഒരു സ്പൂണ് നെയ്യ് എടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് പിന്നെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വരട്ടി എടുക്കുക അല്ലെ. വരട്ടിട്ടോ എന്താ ചേട്ടാ? അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട്. അയ്യോ, മുന്തിരി കുറച്ച് ഇട്ടാ മതിയായിരുന്നു. മുന്തിരി എല്ലാം ഭയങ്കര തിരക്കിട്ടാണല്ലോ പരിപാടി. ഈ മുന്തിരി ഇതൊക്കെ വേറെ വേറെ തന്നെ കോരണം തോന്നുന്നല്ലേ. ഒരുമിച്ചല്ലല്ലോ ഇടുന്നത്. അണ്ടിപ്പരിപ്പ് ആദ്യം വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ അല്ലേ. ഇത് ബോള് പോലെ ആയി വന്ന അപ്പാടെ ഇത് കോരാ. ഈ സേമിയ പായസമൊക്കെ ഭയങ്കര എന്നാ എക്സ്പേർട്ട് ആയിട്ട് ഉണ്ടാക്കുന്നവര് എന്റെ കുക്കിംഗ് വ്ളോഗ് കണ്ട് എന്നെ തെറി വിളിക്കരുത്. എനിക്ക് അത്രയും കുക്കിംഗ് ചെയ്യുന്ന ആരും ഈ വ്ളോഗ് കാണരുത് പ്ലീസ് അല്ലേ. ഓക്കെ, നമ്മളെ മുന്തിരി ചൂടായി വരുന്നുണ്ട്. കുറച്ചുകൂടി കളർ വ്യത്യാസം വന്നിട്ടല്ലോ, അത് മതിയാ. ഓക്കെ, അപ്പൊ നമുക്കത് ഇങ്ങനെ കോരി വെക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പും കോരി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മളെ സേമിയ ഇടാം. ഓക്കെ, ഇത്ര സേമിയാണ് എടുക്കുന്നത്. ഇത് സോറി റോസ്റ്റഡ് ആണ്. ഓൾറെഡി റോസ്റ്റഡ് സേമിയ ആണ് ഇത്. പക്ഷെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മളെ നാട്ടിലെ സേമിയ പോലെ അല്ല കേട്ടോ. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള സൈസിൽ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വേവാൻ അധികം സമയം വേണ്ട. നമ്മൾ ആക്കുമ്പോ തന്നെ ശരിക്കും നമ്മുടെ നാട്ടില് നെയ്പുല്ലിന്റെ എല്ലാം ഒരു അല്ലേ കളറ് പാക്കറ്റ്. ഇതാണ് സാധനം സേമിയ. രാജധാനി സേവിയൻ റോസ്റ്റഡ് ലോങ്, ഇതാണ് സാധനം. എന്താ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക. ഓക്കെ, ഇതിന് റേറ്റ് വരുന്നത് 25 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ചൂടായി വരുന്നുണ്ട് അല്ലേ. ഓൾറെഡി റോസ്റ്റ് ആയതാണല്ലോ, അപ്പൊ പിന്നെ ആ രീതിയിൽ മതിയല്ലോ. പാക്കറ്റ് പാലതാ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ പാക്കറ്റ് പാല കേട്ടോ ഇത്. ഇതൊരു കുട്ടി വ്ലോഗായിരിക്കും അല്ലേ. നമുക്ക് 1/2 പാക്കറ്റ് പാലിന്റെ 500 ml പാല് നമ്മള് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 500 അല്ലേ? 500 ml അതന്നെ, 1/2 ലിറ്റർ 250 ml. 1/4 ലിറ്റർ പാല് നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. ഇനി ആ സേമിയ നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി റോസ്റ്റ് ചെയ്തുകൊണ്ട് അധിക സമയം റോസ്റ്റ് ചെയ്യേണ്ട പണിയില്ല അല്ലേ നമുക്ക്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതെ, ഏതായാലും അപ്പോൾ ആ പാലില് അങ്ങനെ തിളച്ച് വരട്ടെ. കുറച്ച് സമയം ചൂടായിട്ട് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ ഒഴിക്കുന്നുള്ളൂ, അങ്ങനെ കണക്കൊന്നുമില്ല.
നമ്മളിപ്പോ 1/2 ലിറ്ററില് പാലില് 1/2 ലിറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചില്ലല്ലോ അല്ലെ, 1/4 ലിറ്റർ ഒഴിച്ചില്ല. അപ്പൊ 1/4 ലിറ്റർ ഇതുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കുക. അപ്പൊ അത് നന്നായിട്ടൊന്ന് കുറുകുന്ന വരെ, തീ ഒന്ന് തിളക്കുന്ന വരെ ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മള് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇതിങ്ങനെ കൈനെ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി സേമിയ വേറെയും പാല് വേറെയും ആവും. അപ്പൊ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പക്ഷെ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല, കാരണം ഇതിന് അത്രയും തിന്നായതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിന്റെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇതാക്കുമ്പം കാണാം പാല് വേറെയും സേമിയ വേറെയും. അത് അതിന്റെ അകത്തേക്ക് നമ്മള് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യത്തിന് എത്ര മധുരം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 4 സ്പൂണല്ല ഇട്ടത്. ഇപ്പൊ നമ്മുടെ അളവ് നമ്മളധികം പഞ്ചസാര ഉപയോഗിക്കുന്നു. ഞാനല്ല, വേറൊരാൾ ഇവിടെ വെറും പഞ്ചസാര നമ്മുടെ പഞ്ചസാരയുടെ ആളാണ്. അപ്പൊ അതുകൊണ്ട് പഞ്ചസാര എത്ര കിട്ടിയാലും സന്തോഷം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞു തോന്നുന്നല്ലേ. നമ്മളിപ്പോ രണ്ടാമത് പാല് ഒഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി നോക്കണം അല്ലെ, കൈ എടുക്കാണ്ട് ഇളക്കണം. എന്നാലേ അതൊരു തീ എന്നേരം ഫുൾ ഫ്ലെയിമില്ല അതോ മീഡിയത്തിലോ? ഞാനൊരു മീഡിയം ലെവലിലാണ് ഇത് വെച്ചിട്ടുള്ളത് തീ. അപ്പൊ നന്നായിട്ട് തിളക്കുന്ന വരെ ഇളക്കി കൊടുക്കണം അല്ലെ. ഇത് ഞാൻ എന്റെ സ്വന്തം പായസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അലക്കവിടെ ചിരി വരുന്നത് പറയുന്നു. അനുകരിക്കാവുന്നവർക്ക് അനുകരിക്കാം അല്ലെ. അതെ, സിമ്പിൾ ആയിട്ട് പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കാൻ ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ആഴ്ച. ഇതില് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തില്ല, മിൽക്ക് മെയ്ഡോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ പാലും അതുപോലെ അണ്ടിപ്പരിപ്പും കാര്യങ്ങളും നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഞാന് കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ പായസം ഉണ്ടാക്കിയത് കേട്ടോ. ഇനി മുമ്പ് ഞാൻ ഇതുവരെ പായസം ഉണ്ടാക്കിയില്ല. ഇത് ഇത്ര സിമ്പിൾ ആണെന്ന് അറിയണ്ടായില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ഇവളുടെ ഭക്ഷണത്തെ കുറിച്ച് ഒരു സാധനത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത്. എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയായില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കഴിഞ്ഞ ഇവക്ക് തന്നെ ഇവളെ ഉണ്ടാക്കിയതിനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായമായിരുന്നു. അത് നമ്മൾ പിറ്റേന്നും കുടിച്ചായിരുന്നു. പിറ്റേന്ന് രാവിലെ ചൂടാക്കിയിട്ട് കുടിച്ചു. പിറ്റേന്ന് രാവിലെ അപ്പൊ നല്ല ടേസ്റ്റ്. പിന്നെ ഇതിന്റെ ചൂട് തണിഞ്ഞ് ഇവിടെ പിന്നെ തണുപ്പാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ചൂട് തണിഞ്ഞ് ഒരു രാത്രിയൊക്കെ ആയിട്ട് ഒന്ന് വന്ന് നോക്കി ഇത് പുഡിങ് മാത്രമേ ഉണ്ടാവും അല്ലേ. പക്ഷെ ചൂടോടെ കുടിക്കാനുള്ള ഇതിന്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ സേമിയ പായസം പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സ്പൂണും കൂടി വേണ്ടേ ശരിക്കും പറഞ്ഞാൽ പായസം കുടിക്കുമ്പോൾ കോരി കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സേമിയ നേരിയ സേമിയ ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ കൂടെ തന്നെ അത് വായിലേക്ക് കിട്ടും. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം തിളക്കാനായിട്ടുണ്ട്. അപ്പൊ തിളക്കുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊടിച്ചു വെച്ച ഏലക്കായ ഉണ്ട്. തിളച്ചു കേട്ടോ. പൊടിച്ചു വെച്ച ഏലക്കായ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ചൊയ അതിന്റെ ഉണ്ടാവും. അതിന്റെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ ഉണക്കമുന്തിരി അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇളക്കി കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ അതിലേക്ക് ചേരുവകൾ ചേർക്കാൻ? എനിക്ക് കുറച്ച് നെയ്യ് ചേർക്കാനുണ്ട്. അത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ലാസ്റ്റിലാ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇത് ഓഫ് ആക്കലേ. നമുക്ക് കുറച്ച് നെയ്യ്, അയ്യോ പഞ്ചസാര കൊടുത്തു. അപ്പൊ കുറച്ച് നെയ്യ് നമുക്ക് അതിലേക്ക് എത്ര, 1 സ്പൂണാ? അത്രേ വേണ്ടു. ഓക്കെ, അപ്പൊ 1/2 സ്പൂണ് നെയ്യ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെ. ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഇടണ്ട അല്ലെ അതിന്റെ അകത്തേക്ക്. ഓക്കെ, അപ്പൊ ഫിനിഷ് ആയ അല്ലേ? ഇനി ഒന്നും. ഓക്കെ, അപ്പൊ പായസത്തിന്റെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പായസം കുടിക്കൽ പരിപാടി അല്ലേ? അതെ, ഏതായാലും രുചിച്ച് നോക്കിയിട്ട് പറയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സെറ്റ് ആയിനോ ഇല്ലയോ. മധുരം ഓക്കെ അല്ലേ? അടിപൊളി. ഓക്കെ, തരൂ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, മധുരം എൻ്റെ അളവിൽ ആയിട്ടുണ്ട്. അപ്പോ കുറച്ച് സമയം അതൊന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്ക് അവിടെ വെക്കാം അല്ലെ.
ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രല്ലേ. അപ്പൊ നമുക്ക് താങ്കളാണോ പായസം സെർവ് ചെയ്യുന്നത്? അതെ 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 നന്നായി. പായസം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഓരി ഒഴിച്ചുകൂടെയിരുന്നോ? കുറച്ച് വെള്ളം ഒഴിക്കാം. അതിന് ശേഷം നമുക്ക് അടിയിലുള്ള ഇത് എടുക്കാം. എന്താ ലുക്ക് പാചകത്തിന്. ശരി, നമുക്ക് ഇനി ഇതിൽ നിന്ന് സേമിയ കുറച്ച് കോരി അതിലേക്ക് ഒഴിക്കാം. സേമിയ ഓൾറെഡി എടുത്തുണ്ട് ഉണ്ടാ. എന്നാലും അടിയിലുള്ള കുറച്ച് ഐറ്റംസ് ഇതുപോലെയുള്ള കുറച്ച് നമുക്ക് അടിയിൽ അടിഞ്ഞ് കുറച്ച് കോരി എടുക്കാം. പിന്നെ അടിഭാഗത്ത് കുറച്ച് സേമിയ ഉണ്ടല്ലോ. ആദ്യം കുടിച്ച് നോക്കട്ടെ. നേരത്തെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്ന് വെച്ചിട്ട് ഫുൾ മാർക്ക് തരാനാവില്ലല്ലോ. കണ്ടാ, ഞാൻ പറഞ്ഞില്ല പായസത്തിന്റെ കൂടെ തന്നെ സേമിയ അല്ല പാലിന്റെ കൂടെ തന്നെ സേമിയ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് പാലും പായസം അല്ല സേമിയവും വേറെ വേറെ കാണുന്ന പായസം എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ എടുത്തോളൂ, നടന്നോളൂ. ഏതായാലും നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടുതലുള്ളതായിരിക്കാ. അണ്ടിപ്പരിപ്പില്ല, അത് നമ്മുടെ ഇതാണ് മുന്തിരി. അണ്ടിപ്പരിപ്പ് ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആക്കിയപ്പോ എനിക്ക് അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല. ആകെ 2 അണ്ടിപ്പരിപ്പ് എനിക്ക് കിട്ടിയത്, ബാക്കി എവിടെ പോയി. നീ അണ്ടിപ്പരിപ്പ് എടുത്തോ? ഇവിടെ എനിക്ക് വേണ്ട, അണ്ടിപ്പരിപ്പ് നീ എടുത്തോ പോരെ. അപ്പൊ ഏതായാലും നമുക്ക് പായസം കുടിക്കാം. അപ്പൊ നമ്മളിതാ പായസമൊക്കെ എടുത്ത് കുടിച്ചതാ. ഇത്രയും കുടിച്ചു തീർത്തിട്ടുണ്ടേ. ഞാൻ കുറച്ച് സ്പീഡിലാണ് കുടിക്കും, അതുകൊണ്ട് എനിക്ക് ചൂടൊരു പ്രശ്നമേ അല്ല. ഇവിടെ ചൂട് ഇങ്ങനെ ഊതി ഊതി കുടിക്കും. പക്ഷെ ചൂട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചൂടോടെ കുടിക്കും. ചായ അല്ല അതുപോലെ തന്നെ. ചായ ഇവിടെ അനങ്ങൂല അവിടുന്ന്. അപ്പോഴത്തേക്ക് ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും പായസം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അതേ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട് ഈ പ്രാവശ്യവും. അതെ, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഏതായാലും അനുകരിക്കുന്നവർക്ക് അനുകരിക്കാം അല്ലെ. നമ്മൾ എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവില്ല, അത് നമുക്ക് ചെയ്യാം. പക്ഷെ അളവ് അല്ല ശരിയായി. അല്ല, അളവ് കൃത്യമായ അളവല്ലാതെ നമ്മുടേതായ രീതിയിലുള്ള ഒരളവ്. നമ്മൾ 1 ലിറ്റർ 1/2 ലിറ്റർ പാലിൽ എടുത്തിട്ടുള്ളൂ അല്ലേ. പൊതുവെ എല്ലാവരും 1 ലിറ്റർ, കാരണം നമ്മൾ 2 പേരിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1/2 ലിറ്റർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ അധികം ആൾക്കാരിലുണ്ടാകുമ്പോൾ അതിൻ്റെതായ അനുസരിച്ചിട്ട് അളവ് കൂട്ടി ചെയ്യാം അല്ലേ. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതൊക്കെ ചേർക്കാം അതിൻ്റെ അകത്ത്. അപ്പോൾ ടേസ്റ്റ് കുറച്ച് കൊഴുപ്പ് കൂടും പിന്നെ പായസത്തിന്. അപ്പോൾ വേറെന്താ, എന്നാൽ പിന്നെ ഏതായാലും നമ്മുടേതാ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പായസം വ്ളോഗ് അല്ലേ. ഏതായാലും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.